സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട്. നിലവിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് 19 വരെ അതിശക്തമായ മഴ തുടരാനാണ് സാധ്യത. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്നും, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും, നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരും. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. മനീഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? മനീഷ്. ഉന്മേഷ്, ഈ മാസം 19 വരെ സംസ്ഥാനത്തെമ്പാടും അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നുള്ള പ്രവചനമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. ഒപ്പം തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാല അടക്കം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ തീരദേശ മേഖലയിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ രാജസ്ഥാൻ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടുകയും അത് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് അതിശക്തമായ മഴ, അതായത് ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ എപ്പോഴും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള 2 ജില്ലകൾ അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഇത്തവണയും ഇന്നത്തെ ഏറ്റവും പുതുക്കിയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം അനുസരിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ എറണാകുളം, തൃശ്ശൂർ, ഒപ്പം തന്നെ എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ ഇത് യെല്ലോ അലേർട്ടാണ്. പക്ഷേ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ, ഇടവിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിലും തിരുവനന്തപുരത്തെ മറ്റ് ചില മലയോര മേഖലകളൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായിട്ടുള്ള ഇടവിട്ട ഉള്ള മഴ പല പ്രദേശങ്ങളിലുമുണ്ട്. ആ രീതിയിൽ കഴിഞ്ഞ തവണ തന്നെ ഈ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ കൂടാതെ മറ്റ് ജില്ലകളിൽ കൂടി മഴ ഉണ്ടാകുന്ന സാഹചര്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഏറ്റവും ഒടുവിലായി ഈ മാസം 19 വരെ അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് നൽകുകയും ഒപ്പം തന്നെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമെന്ന് നൽകുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ ശക്തമായ സാഹചര്യത്തിൽ പുതുക്കിയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടി വരുമെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ഒപ്പം തന്നെ മേൽക്കൂര സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ രീതിയിലുള്ള മഴ ശക്തമാവുകയോ കാറ്റോ അല്ലെങ്കിൽ മിന്നൽ പ്രളയമൊക്കത്തിനുണ്ടാകുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കുന്ന സ്ഥലം മുൻകൂട്ടി കണ്ട് പകൽ സമയത്ത് തന്നെ കണ്ടുകൊണ്ട് മാറി താമസിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായി തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകൽ സമയത്ത് അങ്ങോട്ടേക്ക് മാറാനുള്ള രീതിയിലേക്ക് കൂടി എത്തണമെന്ന് അറിയിക്കുന്നുണ്ട്. ശക്തമായ കാറ്റാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ മഴയുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ മരണമുണ്ടായത്, അതായത് മഴക്കെടുതികളിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് അതിശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ശക്തമായ കാറ്റിനെ കൂടി ജാഗ്രതയോടുകൂടി കാണണം. മലയോര പ്രദേശങ്ങളിലുള്ളവരും ഈ രീതിയിൽ അതിശക്തമായ മഴയുള്ള സാഹചര്യത്തിൽ മലയോര യാത്ര കൂടി ഒഴിവാക്കണം, രാത്രികാല യാത്ര കൂടി ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും പുതിയതായി അറിയിക്കുന്ന നിർദ്ദേശം. ഉന്മേഷ്, ക്രിസ്റ്റീന. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ആൻമരിയ സണ്ണിയുണ്ട്. ആൻഡ് ഗുഡ് മോർണിംഗ്. കൊച്ചി, എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണല്ലോ. കൊച്ചിയിലെ മഴയുടെ അവസ്ഥ എന്താണ്? എറണാകുളം ജില്ലയിൽ പൊതുവായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. മലയോര ജില്ലകളിലെല്ലാം ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് ഉള്ളത്. തീരപ്രദേശങ്ങളിലേക്ക് വരികയാണ് എങ്കിലും അവിടെയും ഈ രീതിയിൽ മഴ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകൾക്കും മലയോര മേഖലകൾക്കുമാണ് പ്രധാനമായിട്ടും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും മഴ ശക്തമാവുകയാണ് എങ്കിൽ, ഈ കടലാക്രമണം രൂക്ഷമാവുകയാണ് എങ്കിൽ ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് വരികയാണ് എങ്കിൽ മലയോര മേഖലകളിലുള്ള ആളുകളോട് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം പെയ്ത മഴ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണ് എങ്കിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലെല്ലാം ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അതോടൊപ്പം തന്നെ പലപ്പോഴായിട്ട് അതിശക്തമായിട്ടുള്ള കാറ്റിൽ ഈ മരം കടപുഴകി വീഴുന്ന അടക്കമുള്ള അതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും നിരവധിയായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രീതിയിലെല്ലാം ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. നിഖിൽ, ഈ വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ മഴ സാഹചര്യം? മറ്റു വിവരങ്ങൾ കൂടി നിഖിൽ.
ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ കാസർഗോഡും കണ്ണൂരുമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കോഴിക്കോട്ടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ ഏതാണ്ട് 20 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഓഫീസിലേക്ക് വരുന്നത്. ഇറങ്ങിയ സമയത്ത് ഒരു മലപ്പുറം ഇൻഫ്ലുവൻസ് ഉള്ള മേഖലയാണ്. അവിടെ മഴയില്ലായിരുന്നു. ഫറോക്ക് എത്തുമ്പോൾ കുറച്ച് മഴ പെയ്യുന്നു, മീൻചന്ത് എത്തുമ്പോൾ കുറച്ചും കൂടെ മഴ പെയ്യുന്നു, ടൗണിൽ എത്തുമ്പോഴേക്കും അല്പം കൂടെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറയാൻ കഴിയില്ല, മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ശക്തമായിട്ടുള്ള മഴയുണ്ടെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെയും സാഹചര്യം ഇടവിട്ട് കാര്യമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് തീരദേശ മേഖലകളാണ്. ബേപ്പൂർ, ചാലിയം അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ കടൽക്ഷോഭം രൂക്ഷമാവുന്നതിനെ തുടർന്ന് ഇവരുടെ ജനവാസ മേഖലകളിലേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവരെ മാറ്റി താമസിപ്പിക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. കാര്യമായ ആശങ്കകൾ ഇക്കാലത്ത് ഈ തവണ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. മലയോര മേഖലകളിൽ, വയനാട് ജില്ലയുടെ അടക്കം മലയോര മേഖലകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും മലബാറിലെ ഈ ദിവസത്തെ സാഹചര്യം, ദിവസം തുടങ്ങുമ്പോഴുള്ള സാഹചര്യം ഇടവിട്ട് മഴ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് അതിശക്തമായ മഴയല്ല, ഒരു മീഡിയം ലെവലിലുള്ള മഴയാണ് എല്ലാ ജില്ലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ജില്ലകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.